ഹായ് ഹലോ എവ്രി വൺ. നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ആൻസർ കീ പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ ആൻസേഴ്സൊക്കെ ഒരുവിധം എല്ലാം ശരി തന്നെയാണ്. വ്യത്യാസമുള്ളത് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ ചോദ്യം, ഇത് കോഡ് സി ആണ്. കോഡ് സിയിലെ കാര്യം നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പ്രചോദനമാണ്. പ്രചോദനം പദ്ധതി. 2 ന്യൂഡൽഹി. 3 മുയൽ വളർത്തലാണ് പ്രൊവിഷണൽ ആൻസർ കീ. 4 സി കോശകേന്ദ്രം കണ്ടെത്തി. 5 പിനങ്ക സബ്റ്ററേനിയ ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ്. 6 ഗ്ലോബുലിനാണ് ശരി ഉത്തരം. 7 മീസിൽസ്. 8 ആർദ്രം. 9 കണരോഗം. 10 ധ്രുവപ്രദേശങ്ങളിലാണ് ഓപ്ഷൻ ബി. 11 സി ശാനബലം. 12 എ വേഗത. ഇതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. 13 ഡി. 14 സി പെരുമ്പടവം ശ്രീധരനാണ് ശരി ഉത്തരം. 15 ഡി ഹെൻറി മോസ്ലി. 16 എ ബോയിൽ നിയമം. 17 ബി 7നേക്കാൾ കുറയുന്നു. 18 ഡേവിസ് ബേക്കർ. 19 എ IUCN ആണ് ശരി. 20 സി പ്രസ്താവന എയും ബിയും ശരിയാണ്. 21 ബി വിഘ്നേഷ് പുത്തൂർ. 22 എ പ്രസ്താവന എ ശരിയാണ് എന്നാൽ ബി ശരിയല്ല. വിശ്വരൂപം ഇത് VC ബാലകൃഷ്ണ പണിക്കരെ കുറിച്ച് ഉള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ എ ആണ് ശരി. 23 ഡി പ്രസ്താവന എയും ബിയും ശരിയല്ല. 24 ഡി കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. 25 എ ആണ് ശരി ഉത്തരം. പ്രസ്താവന എ ശരിയാണ് എന്നാൽ ബി ശരിയല്ല. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ്റെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രസ്താവന എ ശരിയാണ് എന്നാൽ ബി ശരിയല്ല, അതാണ് ശരി ഉത്തരം. 26 ഇത് വ്യത്യാസമുണ്ട്, നമ്മൾ പറഞ്ഞ പോലെയല്ല. സി ആണ് ശരി ഉത്തരം. പ്രസ്താവന എയും ബിയും ശരിയാണ്. യോഗക്ഷേമ സഭയുടെ കാര്യമാണ് 2 സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, അത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 27 സി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. 28 എ. 29 ബി ഹാഷ് നെയിം. 30 സി മലപ്പുറം. 31 സി ടെക്നോ പാർക്ക് തിരുവനന്തപുരം. 32 എ ആണ് വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയെടുക്കാനോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം, അതാണ് വിവരാവകാശ നിയമത്തിലെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം. 33 സി ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. 34 സി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ മുൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. 35 ഡി ആണ് ശരി ഉത്തരം. മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. പോക്സോ നിയമത്തെക്കുറിച്ചുള്ള ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ശരിയായതെന്നാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. 36 എ ആണ് സംരക്ഷണ ഉത്തരവാണ്. അക്കൗണ്ടുകൾ, ബാങ്ക് ലോക്കറുകൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ച് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സംരക്ഷണ ഉത്തരവ്. 37 മേൽപ്പറഞ്ഞതെല്ലാം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടത് 3 ആണ്. 38 ബി ഉത്തരാഖണ്ഡ്. 39 9 എ ഓപ്ഷൻ എ. 40 ഡി. 41 സി. 42 ബി. 43 സി മസിൽസ്. 44 എ പടിഞ്ഞാറ്. 45 ബി. 46 എ ആണ് ഒറ്റയാനെ കണ്ടെത്താനുള്ള ചോദ്യത്തിന് ഉത്തരം എ ആണ്. 47 സി. 48 എ. 49 ഇംഗ്ലീഷിലെ ചോദ്യം ബി ഡോണ്ട്. 50 ഇൻ ആണ്. 51 ഫോർ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. 52 എ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ.
53 വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻറ്റ് ടുഡേ ഈസ്. 54 ബി വിസിറ്റഡ്. 55 പുട്ട് ഓൺ. 56 പ്രൊഫഷണൽ. 57 കൗൺസിൽ COUNCIL ആണ് ശരിയായ സ്പെല്ലിങ്. 58 ഫ്രണ്ട്ലി അമിയബിളിൻ്റെ സിനോണിം ഫ്രണ്ട്ലി. 59 ഇതൊരു കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അപരാധി, അതിഥി, അശേഷം, അനുഗ്രഹം. ഈ അനുഗ്രഹം എന്നുള്ളത് തെറ്റാണ്. ബാക്കി 3 ശരിയാണ്. പക്ഷെ ശരിയായ പദം എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, അപരാധി. ക്യാൻസലൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 60 സി ജനനി. 61 ബി നിരങ്കുശം. 62 ബി കണ്ണീർ. 63 ഡി മുതിർന്നവരെ നാം ബഹുമാനിക്കണം. 64 സി പ്രതി പ്ലസ് ഉപകാരം, പ്രത്യുപകാരം പിരിച്ചെഴുതിയാൽ. 65 വിത്ത് ഗുണം 10 ഗുണം. 66 കവയിത്രി. 67 ആൺകുട്ടികൾ. 68 ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം ജിജ്ഞാസ. ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവിന് നേതൃത്വം നൽകിയത് സെർബിയ. റഷ്യയുടെ സഹായത്തോടെ സെർബിയയാണ് പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചതെന്ന് SCERTയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ സെർബിയാണ് ശരി ഉത്തരം. 71 ബി വാക്പടാനന്ദൻ. 72 ചേരുമ്പടി ചേർക്കുക ബി ആണ് ശരി ഉത്തരം, ബി. 73 ബി നൃത്തം. 74 ഡി 1, 4 എന്നിവ മാത്രം ശരിയാണ്. ഗാന്ധിജിയെ ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്. 75 നീലഗിരി സി. 76 എ തുഷാരം. ഇതും SCERTയിൽ ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. 77 ബി കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ NW3. പഴയ NW3 കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കോഴിക്കോട് വരെ ആക്കിയെങ്കിലും ഉത്തരം ഓപ്ഷൻ ബി ആണ്. 78 ഓപ്ഷൻ ബി. അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെ? ചുണ്ണാമ്പ് കല്ലും കൽക്കരിയാണ്. ഓപ്ഷൻ ബി. 79 ഡി സ്ട്രാറ്റസ് ആണ്, പാളികൾ പോലെ കാണപ്പെടുന്നത്. 80 രാജസ്ഥാൻ. അനാസാഗർ തടാകം രാജസ്ഥാനാണ്. 81 ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ ആണ്. 82 മുകളിൽ പറഞ്ഞവയെല്ലാം ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. രാജ്യങ്ങൾ തമ്മിൽ ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സൗകര്യങ്ങളും സേവനങ്ങളും നിക്ഷേപവും സാങ്കേതികവിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് 82ൻ്റെ ഉത്തരം. 83 ഓപ്ഷൻ എ ആണ്, 9ാം പഞ്ചവത്സര പദ്ധതി. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 84 1ഉം 3ഉം ഹരിതവിപ്ലവത്തെക്കുറിച്ചിട്ട് ശരിയായത് 1ഉം 3ഉം. 85 വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, പണം അടിച്ചിറക്കുന്നു. 86 ചീഫ് സെക്രട്ടറി എ ജയതിലക്. 87 ഓപ്പറേഷൻ സിന്ദൂർ. 88 1, 2 മാത്രം. ഇതെന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ 5 ലക്ഷം ജനങ്ങളല്ല 10 ലക്ഷം ജനങ്ങൾക്കാണ് ഒരാളെന്ന രീതിയിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 89 സി ആണ്, ചേരുമ്പടി ചേർക്കുമ്പോൾ സി ആണ് ശരി ഉത്തരം. 90 BR ഗവായി ആണ്, RS ഗവായി അല്ല, BR ഗവായി. BR ഗവായിയുടെ അച്ഛനാണ് RS ഗവായി, മാറിപ്പോരുത്. BR ഗവായി 52ാമത് ചീഫ് ജസ്റ്റിസ്. പണ്ട് DY ചന്ദ്രചൂഡ് ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ BR ഗവായി ചോദിച്ചിരിക്കുകയാണ് ഇനീഷ്യൽ വെച്ചിട്ട്. 91ൻ്റെ ഉത്തരം എ ആണ്, 1 മാത്രം. 92 ഇൻഷുറൻസ്, യൂണിയൻ ലിസ്റ്റിലുള്ളത് ഇൻഷുറൻസ്. 93 ചേരുമ്പടി ചേർക്കാൻ ഡി ആണ് ശരി ഉത്തരം, ഓപ്ഷൻ ഡി. 94 ഡിലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ എ ഷാജഹാൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ നിയമിക്കുന്നത് ഗവർണർ. പൂർണ്ണ സ്വരാജ് ലാഹോർ ആണ്. 96ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഡി ലാഹോർ. 97 1, 2 വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. 98 1, 2, 3 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി MGNRE GA കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, 3ഉം ശരിയാണ്.
99 ഇതും 3 ശരിയാണ്. 1, 2, 3 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ സർക്കാർ നയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? 3. 100 നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇത്രയുമാണ് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.